ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 4 മണി പലഹാരമായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇലയടയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇത് നമ്മൾ എത്ര അട ഉണ്ടാക്കുന്നുണ്ടോ അതിനായിട്ട് അത്രയും ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം കേട്ടോ എടുത്തുള്ളത്. പിന്നെ ശർക്കര നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ജീരകയും ഏലക്കായൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ടിട്ട് ആ ഒരു വെള്ളം വറ്റുന്ന വരെ തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പിഞ്ചളവിൽ ഉപ്പും നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുക ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കാറ്. പരുത്തിയുടെ ഇല വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. പിന്നെ അട ഉണ്ടാക്കാനായിട്ട് എടുത്തുള്ള മാവ് എന്ന് പറയുന്നത് മൈദയാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യണത്, മൈദ മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ മാവ് വെച്ചിട്ട് ഇച്ചിരി ഒന്ന് എന്താ പറയുക, റബ്ബർ പോലെ നിൽക്കും, നമുക്ക് കടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ അരിപ്പൊടിയിലും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മൈദ മാവിലും ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മൈദ മാവിൽ ചെയ്താൽ. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മൈദ മാവിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് നല്ലപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൈദയും കൂടി ആയ കാരണം പെട്ടെന്ന് അത് സ്റ്റിക്കാവും. രണ്ടും തമ്മിൽ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിക്കായി കിട്ടും. പിന്നെ നമ്മളതൊന്ന് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ശർക്കര ഒന്നും മെൽറ്റായി പോവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 10 എണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ലിങ്ങൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം കേട്ടോ ചെയ്യണത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി വന്ന ബോൾ 2 എണ്ണം നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കണ പോലെ ഞാൻ അരിപ്പൊടിയിൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അടയൊക്കെ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും പിന്നെ ശർക്കര ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മൾ അട പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇലയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ മൈദപ്പൊടിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.